ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ കേസ് എന്താകും എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും കൂടിയാണ് ഹൈറിച്ചിൻ്റെ കേസിനെ കുറിച്ച്. ഹൈറിച്ചിൻ്റെ കേസ്, ഹൈക്കോടതിയിലെ കേസ് തള്ളിപ്പോകും, എന്തായാലും പരാതിക്കാരനില്ലാത്തത് കൊണ്ട് തള്ളിപ്പോകുമെന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലും സൂം മീറ്റിങ്ങുകളിലും തള്ളിമറിക്കുകയാണ് ഇവർ. എന്നാൽ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഹൈറിച്ചിൻ്റെ കേസ് എടുക്കാൻ പോലും വക്കീലിനെ കിട്ടുന്നില്ല എന്നതാണ്. നിങ്ങൾക്കറിയാം, റിട്ട് അപ്പീലിനെതിരെ 3 അപ്പീലുകളാണ് ഈ കമ്പനി ഫയൽ ചെയ്തിരുന്നത്. WA 38/2024, WA 39/2024, 63/2024. ആദ്യത്തെ 2 കേസുകൾ അശ്വിൻ ഗോപകുമാർ ആണെങ്കിൽ 63/2024 എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പീൽ ഫയൽ ചെയ്തിരുന്നത് സുപ്രീം കോടതിയിലെ വക്കീലായ VK ബിജു ആണ്. എന്നാൽ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 38ഉം 39ഉം കേസ് ഫയൽ ചെയ്തിരുന്നത് 8-ാം തീയതിയാണ്. അത് ആദ്യം തന്നെ 39 വിളിച്ചിരുന്നത്. 39 വിളിച്ചിരുന്ന സമയത്ത് ഇവരുടെ ലേഡിയായ ജൂനിയർ വക്കീലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, നമ്മുടെ ക്ലയൻറ്റ് സുപ്രീം കോടതി വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കേസ് പിൻവലിക്കാൻ അനുവദിക്കണം എന്നതാണ്. അതിനുശേഷം വന്നിരുന്നത് പ്രഗത്ഭനായ സുപ്രീം കോടതി വക്കീലായിരുന്നു. സുപ്രീം കോടതി വക്കീൽ ഫയൽ അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ആക്കിയത് 12-ാം തീയതിയായിരുന്നു, ജനുവരി 12-ാം തീയതിയായിരുന്നു. ആ കേസ് ഹിയറിങ്ങിന് വന്നത് 15-ാം തീയതിയായിരുന്നു. അപ്പോഴാണ് ജഡ്ജ് പറഞ്ഞത്, ഒരു റിട്ട് അപ്പീൽ വേറെ ആരോ ഫയൽ ചെയ്തത് ഈ ഒരു റിട്ട് പെറ്റീഷനെതിരെ പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മാത്രമേ വാദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തെറ്റ് മനസ്സിലാക്കിയ പ്രഗത്ഭനായ സുപ്രീം കോടതി വക്കീൽ അവിടെ നിന്ന് 63/2024 എന്ന കേസ് പിൻവലിച്ച് ഓടുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഫയൽ ചെയ്തത് 12-ാം തീയതിയായിരുന്നു. അതിനുശേഷം GSTയിൽ പ്രഗത്ഭനായിരുന്ന ഒരു വക്കീൽ എന്ന് ഇവർ തന്നെ പറയുന്ന ആ വക്കീൽ വന്നിട്ട് അദ്ദേഹം ഫയൽ ചെയ്ത 8/1 ഫയൽ ചെയ്ത കേസ് 17-ാം തീയതി അദ്ദേഹം പിൻവലിച്ച് ഓടി. ആ കേസ് ഹിയറിങ്ങിന് വന്ന സമയത്ത് ജഡ്ജ് ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? അപ്പോൾ വക്കീൽ പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഒരു എമർജൻസിയും ഇല്ല, അതൊക്കെ മറ്റേ വക്കീൽ നോക്കിക്കൊള്ളും എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കേസ് ഫയലിംഗ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവർ കേസ് ഫയൽ ചെയ്തത് 8-ാം തീയതിയും ജനുവരി 8-ാം തീയതിയും 12-ാം തീയതിയുമാണ്. ഇവരുടെ സുപ്രീം കോടതി വക്കീൽ കേസ് വിഡ്രോ ചെയ്തത് 15-ാം തീയതിയായിരുന്നു. 15-ാം തീയതി കഴിഞ്ഞിട്ട് ഇന്ന് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ വിഡ്രോ ചെയ്ത ഫയല് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതിയുടെ സെർവറിൽ അത് കാണിക്കും, ഒരു കേസ് അപ്ലോഡ് ആയിട്ടുണ്ട്, ഇന്ന കമ്പനിയുടെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്, അതിൻ്റെ നമ്പർ ഇത്രയാണ്, അത് ഹിയറിങ്ങിന് വേണ്ടി പെൻഡിങ് ആണ് എന്ന് കാണിക്കും. പക്ഷേങ്കിൽ ഈ കേസ് സുപ്രീം കോടതി വക്കീൽ വിഡ്രോ ചെയ്തിരുന്ന ആ ഫയല് തിരിച്ചു ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 ദിവസമാണ്.
കഴിഞ്ഞ 5 ദിവസമായിട്ടും, അല്ലെങ്കിൽ 17-ാം തീയതി കഴിഞ്ഞിട്ട് 18, 19 2 ദിവസമായിട്ടും ഇവർ അങ്ങനെ ഒരു കേസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരാൾക്ക് മൊബൈലിൽ നിന്ന് പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് നമ്മുടെ വക്കീലെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു, ഫ്ലൈറ്റിലാണ്, കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ വിഡ്ഢികളാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഒരു പക്ഷേ ഈ ജഡ്ജിമാരുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് പോകാൻ ഇവർക്ക് മുട്ടിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തട്ടിപ്പ് കേസും കൊണ്ട് ഇവർ ആരും തന്നെ പോകില്ല. പരാജയമായിരിക്കും ഫലം എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവരുടെ കേസ് ആരും തന്നെ എടുക്കാത്തത്. എനിക്ക് കാണേണ്ടത് എത്ര ദിവസം ഇവർ പുതിയ കളവ് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുമെന്ന് മാത്രമാണ്. ഒരു ദിവസം ഈ പറ്റിക്കപ്പെട്ടവർ പ്രതികരിച്ച് തുടങ്ങും ഇവരുടെ ലീഡർമാർക്കെതിരെ. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2 ദിവസമായിട്ടും ഇവർ കേസ് ഫയൽ ചെയ്യാത്തത്? വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിൽ പോലും പോകാത്ത ആൾക്കാർക്ക് 18 വയസ്സ് മാത്രം തികഞ്ഞാൽ മതി. അങ്ങനെയുള്ളവർക്ക് പോലും ജോയിൻ ചെയ്യാനും പ്ലാൻ പ്രസൻറ്റ് ചെയ്യാനും അറിയാവുന്ന ഈ ഒരു തട്ടിപ്പ് കമ്പനിയുടെ പ്ലാനുകളും കാര്യങ്ങളും ഒന്നും പഠിക്കാൻ ഇവർക്ക് മനസ്സിലാകുന്നില്ലേ, ഇവർക്ക് പറ്റുന്നില്ല എന്നതാണ്. അപ്പോൾ ഇനി എത്ര തന്നെ അല്ലെങ്കിൽ ഏത് തന്നെ വക്കീൽ വന്നു കഴിഞ്ഞാലും അവർ പറയാവുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, ഈ കോടതിയിലല്ല പരിഗണിക്കേണ്ടത്, റിട്ട് അപ്പീൽ പരിഗണിച്ച സിംഗിൾ ജഡ്ജ് പറഞ്ഞ അതേ കാര്യങ്ങൾ എടുത്തെഴുതുക മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവർക്കൊക്കെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ആരും തന്നെ ഇവരുടെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല എന്നതാണ്. ഇവർ പറഞ്ഞു നിന്നത് ഇവരുടെ ഒരു വലിയ ലീഡറുടെ ഭാര്യ കൂടി ഈ ഒരു അഡ്വക്കേറ്റ്മാരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഈ കമ്പനിയുടെ തട്ടിപ്പിനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കൂടി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജയ് ഹൈറിച്ച്, ജയ് പ്രതാപൻ സാർ, ജയ് ചീന മാഡം എന്നൊക്കെ വിളിച്ചിരിക്കുന്നുണ്ട്. അവരുടെ പണം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാൻ കുറച്ച് കാലം കൂടി വൈകും എന്നുള്ളതാണ്. എല്ലാ തട്ടിപ്പന്മാരും പറയുന്ന അതേ കാര്യങ്ങളാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ തള്ളിമറക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പലതും തള്ളിമറിക്കുന്നത്. ഇവർ കേസിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവരുടെ പാർട്ട്നേഴ്സ്, ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായി പങ്കുവെക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ബൈ.